ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കുന്നത്, വൈറ്റ് സോസ് ചിക്കൻ പാസ്ത. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 5 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഒരു 2 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. പാസ്ത പല ഷേപ്പിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പാസ്തയാണ്. അപ്പോൾ ഏതായാലും മതിയാവും. അത് കുട്ടികളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലും എടുത്ത് ഇത് പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. ഏകദേശം ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തോന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് സ്പൂൺ വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടും ഈസി ആയിട്ടും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടില്ല, എന്നാൽ വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കത് വെള്ളത്തിൽ നിന്നും ഊറ്റി ഒന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ നോക്കൂ, ഒട്ടും സ്റ്റിക്കിയല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി പച്ചവെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ചില ഇനം കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നും. അങ്ങനെയാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ എടുത്ത് വെച്ചാൽ മതിയാവും. നമ്മൾ വാങ്ങുന്ന പാസ്തയുടെ കുക്കിംഗ് ടൈം അതിൻ്റെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണേ. ചിലത് 10 മിനിറ്റ്സ് ആയിരിക്കും, ചിലത് ഒരു 12 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കുക്ക് ചെയ്യണേ. ഇനി 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നമുക്കിനി 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ മൈദയും ബട്ടറും നന്നായിട്ടൊന്ന് മിക്സായി വരും. കണ്ടില്ലേ, കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് 1/2 കപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കൈ എടുക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് തിക്കാകാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പാലിൽ നിന്ന് വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ടോട്ടൽ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോസ് ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കട്ട പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നല്ലൊരു ക്രീമി വൈറ്റ് സോസ് ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ബാക്കി കുറച്ച് പാൽ കൂടെ ഉണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് തിക്കാകാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇനി നമ്മളിതിലേക്ക് ഒറിഗാനോ കൂടെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാകും. അപ്പോൾ ചീസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഒരു 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്.
ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 30 സെക്കൻഡ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡ് കുക്കായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരു സവാള ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് 1 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇതുപോലെ 3 കളറും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. കയ്യിൽ ഏത് കളറാണുള്ളത് അത് ചേർത്താൽ മതിയാവും. ഏകദേശം ഒരു 1/2 കപ്പാണ് ക്യാപ്സിക്കം ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിപ്പോൾ വേവിച്ച സ്വീറ്റ് കോണാണ്, അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഏകദേശം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ഒറിഗാനോയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വൈറ്റ് സോസ് കുറച്ച് തിക്കായിട്ട് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് കുറച്ച് പാൽ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ്. അപ്പോൾ ആദ്യം കുറച്ചിട്ട് മിക്സ് ചെയ്തു, അപ്പോൾ ബാക്കിയും കൂടെ ചേർക്കണേ. എന്നിട്ട് ഇനിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്? കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഡിഷാണിത്. ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.